അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മലപ്പുറംകാരുടെ കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനിതാ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്, 1 ലെമണ്, 4 സവാള, 3 വലിയ തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 5 എടുക്കാം, 4 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്, പുതിനയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കിലോ റൈസാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1 കിലോ റൈസിന് 1 കിലോ ചിക്കനും വേണം. അപ്പോൾ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കണ്ടിട്ട് വരാം. അങ്ങനെ ഒരു കാര്യം പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അതായത് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലും സൺഫ്ലവർ ഓയിലാണ്, അതും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ സവാള നല്ല പോലെ വഴന്ന് കിട്ടിയിട്ട് സവാള നല്ല ഫ്രൈ ആവണം കേട്ടോ. സവാള നല്ല പോലെ വഴന്ന് കിട്ടണം, നല്ല പോലെ വഴന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതാ ഇതുപോലെ ആവണം, അപ്പോഴാണ് നമ്മളെ ബിരിയാണിക്ക് ഒന്നുകൂടി ടേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. അതൊന്നും നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ, ഇതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവരട്ടെ. പച്ചമുളക് എടുത്തില്ല, അത് ചതച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഈ ഒരു ടൈമിൽ നമ്മളെ ഫ്രണ്ട്സുകൾ, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം. വെച്ച തക്കാളി 5 ചെറിയ തക്കാളി ആണെങ്കിൽ 5 തക്കാളി എടുക്കാം. ഇതിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 3 തക്കാളി എടുത്തിട്ടുള്ളത്. തക്കാളി നല്ല പോലെ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് നമുക്ക് റൈസ് തയ്യാറാക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. അതിലേക്ക് 3 ഏലക്കായ, 4 ഗ്രാമ്പ്, ഒരു ചെറിയ പീസ് പട്ട, ഒരു ബേലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നു. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, നമ്മളിത് ഇട്ട് കൊടുക്കാം. അരി കഴുകി ഞാൻ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചൂട് വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ തക്കാളി എന്തോ നോക്കാം. ഉപ്പ് ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി വേണമെങ്കിൽ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ലാസ്റ്റ് നമ്മൾ ഉപ്പിട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതല്ലേ, അപ്പോൾ ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. റൈസിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണേ. ഇതിൻ്റെ ഒരു അടപ്പുണ്ടായിരുന്നു, അതിലിട്ട് ഗ്ലാസ്സിൻ്റെ തന്നെ, അതിൻ്റെ അടുത്ത് വീണ് പൊട്ടിയതാണ് അത്. പിന്നെ വേറെ ഉള്ളതൊന്നും ഇതിന് പാകമുള്ളതല്ല, അപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി, ഭയങ്കര സങ്കടമായി പോയി.
സവാള നല്ലപോലെ ഫ്രൈ ആവും, ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ലോ ഫ്ലെയിമിലായാൽ നമ്മൾ അരിയെല്ലാം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ഇങ്ങനെ നുറുങ്ങിയ പോലെ ഇരിക്കും. അതാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാൻ പറയുന്നത്. നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് വെച്ച് കൊടുക്കാം. ഒരു സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യും. അര സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നത് ഇതിലിട്ടിട്ട് തന്നെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മല്ലിയില കുറച്ച് ചേർത്ത് വെക്കാം. ബാക്കി കുറച്ചുണ്ടത് നമ്മൾ റൈസിലേക്കുള്ളതാണ്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടല്ലോ, അതുകൂടി ഇതിലിട്ടെടുക്കും. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഞാനിപ്പോൾ ഇതിൽ ഉപ്പിട്ട് കൊടുക്കണില്ല. ചിക്കൻ ഫ്രൈ ചെയ്തതിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ സവാള വഴറ്റുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടാണ് വഴറ്റിയിട്ടുള്ളത്. അപ്പം ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ റൈസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടതാണ്. രണ്ടും കൂടി ഒപ്പം പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചെടുത്തിട്ടൊന്ന് 2 വിസിലടിച്ചാൽ മതി. ഈ ചിക്കനിൽ മസാല ഒക്കെ ഒന്ന് നല്ലപോലെ പിടിച്ച് വരട്ടെ. നല്ല നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കിയതിലേ കൈക്ക് തെറിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആ മല്ലിയിലൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഈ ചോറിൻ്റെ മീതെ ഒന്നും ദമ്മിടുമ്പോഴൊന്നും അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പം ഇപ്പം തന്നെ അതങ്ങനെ ഇട്ട് കൊടുക്കും. കുറച്ച് 1 സ്പൂണ് ചെറുനാരങ്ങ നീര്. വെള്ളത്തിൽ ഉപ്പ് കറക്റ്റാണ്. കുറച്ചൊന്ന് മുൻപന്തിയിൽ നിൽക്കണം. അപ്പോൾ റൈസിൽ നല്ല ഉപ്പൊക്കെ കറക്റ്റാവും. ഇനി ഇതാ അടച്ച് വെക്കുന്നുണ്ട്. 2 വിസിൽ. 1 വിസിലടിച്ച് രണ്ടാമത്തെ വിസിൽ വരുന്ന മുന്നേ നമ്മളിത് ഓഫ് ചെയ്യണം. ചിക്കൻ എന്തായി നോക്കാം. ഈ ഓരോന്നെടുത്ത് സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാതും ഒന്ന് എടുത്തൊക്കെ ഇട്ടു. നമ്മളെ റൈസെല്ലാം നല്ല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. കല്യാണ വീട്ടിൽ അതേ ബിരിയാണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ തന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ റാക്കും എല്ലാം ഇതൊന്ന് ക്ലീനാക്കി എടുത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും നമ്മളെ
സിറ്റ് ഔട്ടും ഹാളും എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കി എടുത്ത് ഞാൻ അതൊക്കെ റൈസ് ഇവിടെ ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ അതെല്ലാം ചെയ്തിരുന്നു കേട്ടോ. പിന്നെ രാവിലെ മുതൽ നമ്മൾക്ക് ഏതൊരു സ്ത്രീകൾക്കും കിച്ചണിൽ വന്ന് പിന്നെ ഒരു 12 മണി വരെയൊക്കെ ഉണ്ടാവില്ലേ കിച്ചണിലെ ജോലിയൊക്കെ. പിന്നെ പെട്ടെന്ന് ഓരോന്ന് തീർത്താൽ പിന്നെ നമ്മൾക്ക് കുറച്ച് ഉച്ചയ്ക്ക് ശേഷം ചോറിനെല്ലൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ടൈം ഉണ്ടാവും. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെയൊക്കെ എല്ലായിടത്തും ഒന്ന് തുടച്ചൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ട് തന്നെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദിൽമോന് പള്ളിയിലൊക്കെ പോകണം കുറച്ച് മുന്നായിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി ആക്കാമെന്നുള്ളത് വിചാരിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇങ്ങനെ ഈ നെയ്ച്ചോറ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണോ ഇഷ്ടം, അതോ നമ്മൾ അരി ഊറ്റിയിട്ട് അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ചോറ് വെക്കൂലേ, അതാണോ ഇഷ്ടം എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ അതായത് നമ്മളെ ഇത് ചോറ് റൈസ് ഒരു വിസിൽ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടി ഉണ്ട്. ഈ രണ്ടാമത്തെ വിസിൽ വരുന്ന മുന്നേ നമ്മളിത് ഓഫാക്കണേ. വിസിൽ വരാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഓഫ് ചെയ്തിടാം. ഇനി ഇതങ്ങനെ അതിൻ്റെ എയറൊക്കെ പോവോളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മൾ ചിക്കന് മസാലയൊക്കെ ഇവിടെ നല്ല റെഡി ആയിട്ടുള്ളതിന് എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് കാണാം. റൈസ് അങ്ങനെ എയറൊക്കെ പോവോളം ഒന്നങ്ങനെ കുക്കറിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ കുറച്ച് അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അയലിലൊന്ന് കൊണ്ടുവന്നിടാണ് ഉണക്കാനൊക്കെ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് തോനൊന്നുമില്ല, ഒരു കുറച്ച് തക്കാളി, അതുപോലെ ഒരു കുമ്പളം, പിന്നെ കുറച്ച് സ്ട്രോബെറി ഒക്കെ കഴിഞ്ഞ തവണ നല്ല ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം സ്ട്രോബെറി ഒന്നും കഴിച്ചിട്ടില്ല, എന്താണെന്നറിയില്ല. പിന്നെ ആ സ്ട്രോബെറിയിൽ നമ്മൾ മണ്ണ് ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് ഇട്ടെടുത്തിരുന്നു, കുറച്ച് വളമൊക്കെ ഇട്ടെടുത്തിരുന്നു. അപ്പോൾ അതിൽ അങ്ങനെ തക്കാളി കുമ്പളമൊക്കെ അങ്ങനെ മുളച്ചതാണ്, അല്ലാതെ ഞാൻ നട്ടുകൊടുത്തതല്ല കേട്ടോ. അങ്ങനെ സ്ട്രോബെറീൻ്റെ അതിൽ അങ്ങനെ വന്നതാണ്. ഇപ്പോൾ അത് അയലിലുള്ളതൊക്കെ ഇങ്ങനെ നമ്മൾ വിരിച്ച് അലക്കിയതെല്ലതും അയലിലൊക്കെ ഇതുപോലെ നല്ലപോലെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ടാൽ നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് കൂടുതൽ വെയിൽ തട്ടൂല. ഇതിങ്ങനെ നമ്മൾ അലക്കിയത് ഇടാനും പിന്നെ വിറക് പേരയും കൂടി അങ്ങനെ വീടിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അലക്കിയത് നമ്മളിവിടെ ഇട്ടാലും ഉണങ്ങിയാൽ നമ്മൾക്ക് സാവധാനം എടുത്ത് കൊണ്ടുപോയാൽ മതി, പെട്ടെന്ന് ഒന്ന് എടുത്ത് കൊണ്ടുപോകണം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അത് നമ്മളെ മാവിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ മാങ്ങ ഇത് കണ്ടില്ലേ, ഇവിടെ അണ്ണ കറണ്ട് തിന്നിട്ടുണ്ട്, ആ ഒരു മാങ്ങ ഉണ്ടല്ലേ. 3 മാങ്ങ ഉണ്ടായിരുന്നു. 2 മാങ്ങ എത്തിനോടത്ത് തന്നെ ഇരുന്നിട്ടാ പെട്ടെന്ന് പൊട്ടിക്കാൻ കിട്ടുമായിരുന്നു. പക്ഷെ അത് ഞാനില്ലാത്ത ടൈമിൽ മക്കളാരോ പൊട്ടിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാങ്ങ അണ്ണാനും സൈസാക്കിയിട്ടുണ്ട്. ഇനി ഒരുപാട് മാങ്ങ ഉണ്ട്, പക്ഷെ ഒക്കെ മേലെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ തക്കാളി, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്ട്രോബെറിൻ്റെ കവറാണിത്, സ്ട്രോബെറിയാണ് ഇതിലേക്ക്. അതിൽ വളം ഇട്ട് കൊടുത്തതിൽ നമ്മൾ കിച്ചൺ വേസ്റ്റുകളൊക്കെ ഇട്ട് വെക്കൂല, അത് ആ ഒരു വേസ്റ്റ് വളമാക്കിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചതിൽ വന്നതാണ് കുമ്പളം തക്കാളിയൊക്കെ. ഒരു ചെറിയ കുമ്പളം അതിലുണ്ടായിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ടെറസിൻ്റെ മേലെ ബൊഗൈൻവില്ല കുറേ ഉണ്ടായിരുന്നു, എല്ലാതും കുറേ താഴത്താണ്. ഈ ഒന്ന് മാത്രം, ഇത് വലിയ ചട്ടിയിലാണ്, അപ്പോൾ ഇത് താഴേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല വെയിലൊക്കെ കിട്ടിയിട്ട് നല്ല പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ബൊഗൈൻവില്ലൊക്കെ താഴെയാണ്. അപ്പോൾ ഇനി അത് മേലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മേലെ വെച്ചാൽ നല്ല പൂവിടും കേട്ടോ, നല്ല വെയിലൊക്കെ തട്ടണമല്ലോ ബൊഗൈൻവില്ലക്ക്. അപ്പോൾ ബൊഗൈൻവില്ല പൂവിടാനൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വളമൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ കാണാത്തവരെല്ലാവരും ആ ഒരു വീഡിയോ ഒക്കെ കാണണം. ഇപ്പോൾ നമ്മളെ മാങ്ങ കണ്ടില്ലേ, ഇതൊക്കെ മേലെയാണ് കേട്ടോ മാങ്ങയൊക്കെ ഉള്ളത്, നല്ല മേലെയാണ്. പിന്നെ നമ്മളെ വീട്ടിൽ കുടംപുളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ സപ്പോട്ട ഉണ്ട്. സപ്പോട്ട നമ്മൾ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. കുറേ ഒന്നും ഇല്ലായിരുന്നു, നമ്മൾക്കൊരു 2-3 ഗ്ലാസ്സിനൊക്കെയുള്ള ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിലുണ്ട് കേട്ടോ, ഒന്നും ഇങ്ങനെ ശരിക്കും ആയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി പറയണേ, എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണം. ഇതാണ് ഇപ്പോൾ നമ്മൾ താഴെയുള്ള ബൊഗൈൻവില്ലൊക്കെ. അപ്പോൾ ഇത് മേലേക്ക് കയറ്റിയാലാണ് നല്ല വെയിലൊക്കെ കിട്ടുക. അപ്പോൾ മേലേക്ക് ടെറസിൻ്റെ മേലേക്ക് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല വെയിലൊക്കെ കിട്ടുമല്ലോ. ഇപ്പോൾ അതാ നമ്മളെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒന്നിനോട് ഒന്ന് ഒട്ടിപ്പിടിക്കാതെ ആണ് റൈസൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് റൈസ് ഒന്ന് മസാലയിലേക്ക് എല്ലാതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ദിൽമോ പള്ളിയിൽ നിന്ന് വരുന്ന മുന്നേ തന്നെ ബിരിയാണിയൊക്കെ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവന് പോണ കുറച്ച് മുന്നെയാണ് ബിരിയാണിയൊക്കെ വെക്കാൻ നിന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിരുന്നു. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് ജുമ കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ചത്തെ ഒരു വ്ളോഗാണിത്. പള്ളിയിൽ നിന്ന് വരുന്ന മുന്നേ ചോറാവൂലേ എന്നല്ല, പക്ഷേ നമ്മൾ ഈ നെയ്ച്ചോറ് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ചോറൊക്കെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇത് അടിപൊളി ബിരിയാണി നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. അതിൽ പിന്നെ നാരങ്ങച്ചാറും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ അസ്സലാമു അലൈക്കും.